നമസ്കാരം. നമസ്കാരം. ഇപ്പൊ മലയാള സിനിമയിലെ എന്നത്തെയും ജനപ്രിയ നടനാണ് നമ്മുടെ ദിലീപ് എന്ന് പറയുന്നത്. ദിലീപിന്റെ പലപ്പോഴും നമ്മൾ വാർത്തകളായിട്ട് വരാറുണ്ട്, പല ഡിസ്കഷൻസ് നടക്കാറുണ്ട്. ഇപ്പോ 2-3 ദിവസമായിട്ട് ഇപ്പൊ ദിലീപിന് കണ്ടകശനി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്നാമത് ഇപ്പൊ വർഷങ്ങളായിട്ട് ദിലീപ് കണ്ടകശനി തന്നെയാണ്. ജാതകപ്രകാരം ഓരോ പ്രശ്നങ്ങളാണ്. നേരത്തെ കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസില് നമ്മുടെ 8ാം പ്രതിയാണ് നമ്മുടെ ദിലീപ്. 2017 മുതൽ ഇപ്പൊ ഈ 2025 വരെ ആ കേസിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയിലും പല സംഭവങ്ങളും ദിലീപിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈസ്റ്റർ ദിനത്തില് നടൻ ദിലീപ് പങ്കുവച്ച സിനിമ പോസ്റ്റർ പുതിയ സിനിമ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പുതിയൊരു സിനിമ വരുന്നുണ്ട്. അപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള ചിത്രം. അപ്പോ ഈ ഈസ്റ്റർ ദിനത്തിൽ നടൻ ദിലീപ് ഈ സിനിമ പോസ്റ്റർ പങ്കുവച്ചു. പക്ഷെ ആ പോസ്റ്ററിന്റെ താഴെ നമ്മുടെ മുൻ MP രമ്യ ഹരിദാസ് ഒരു കമന്റ് ഇടുകയുണ്ടായി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഈസ്റ്റർ ദിനത്തിൽ പങ്കുവെച്ച് സ്വാഭാവികമായിട്ടും ആൾക്കാർ കമന്റ് ഇടുന്നത് പോലെ തന്നെ നമ്മുടെ രമ്യ ഹരിദാസ് ഒരു കമന്റ് ഉണ്ടായി. ജീവിതത്തിൽ കരൾ വഴികൾ പിന്നിടുന്നവർക്ക് പ്രത്യാശയുടെ സുന്ദരമായ ഉയർത്തെഴുന്നേൽപ്പ് കാത്തിരിക്കുന്ന എന്ന സന്ദേശമാണ് ഓരോ ഈസ്റ്ററും. പ്രിയപ്പെട്ടവർക്ക് ഈസ്റ്റർ ആശംസകൾ എന്നാണ് രമ്യ കുറിച്ചത്. പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നമായി മാറുന്ന രമ്യ പോലും അത് എഴുതുന്ന സമയത്ത് പോലും ചിന്തിച്ചു കാണില്ല. പക്ഷെ അത് ഇട്ടതുമല്ല. അത് അല്ല, ഒരു നടൻ പോസ്റ്റർ പങ്കുവെച്ചു, ഒരു കമന്റ് ആയിട്ട് ഇട്ടു. പക്ഷെ അത് ഇടുമ്പോഴോ അതിനുശേഷം ഒന്നും അങ്ങനെ ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. ഇതിപ്പോ വേറെ ഏതെങ്കിലും ഒരു നടന്റെ പോസ്റ്റിന് താഴെയാണ് കമന്റ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഇന്ന് ഈ എയറിൽ പോയിട്ട് ആ കമന്റ് ആളുകൾ കാണുക പോലും ഇല്ല. പക്ഷെ ദിലീപിന്റെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കാണുകയും ചെയ്തു. അത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്തു. കാരണം എന്താണ്, നമ്മുടെ ദിലീപിനെ പോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിയായ ഒരാളോട് എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കാനൊക്കെ ആശംസിക്കുക എന്നാണ് ഇതിന് താഴെ മറുപടിയായിട്ട് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, വളരെ കഷ്ടമായി പോയെന്നാണ് രമ്യനെ വിമർശിച്ചുകൊണ്ട് ആൾക്കാര് പറയുന്നത് തന്നെ. കേട്ടായിരുന്നു അത്? അതെ. അല്ല, ആർക്ക് ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് പലരും ചോദിക്കുന്നത്. ഇത്രയും വലിയൊരു കേസില് കുറ്റക്കാരനാണ് എന്ന് പലരും പറയുന്ന ഒരാളെയാണ് ഇപ്പോ രമ്യ ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ഒരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നതെന്നാണ് എല്ലാവരും കമന്റായി കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആർക്കും ഉയർത്തെഴുന്നേൽപ്പെന്ന് താങ്കളെയാണ് ഒരു വണ്ടിയിൽ കൊണ്ടുപോയി ഇമാതിരി ചെയ്തികൾ ചെയ്തു എങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ചു ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ആശംസകൾ നേരുമോ എന്നാണ് ചിലർ കുറെ പേര് ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ദിലീപ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി, ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയാവോ? ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. അത് മെയ് മാസത്തിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് സിനിമകൾ ദിലീപിന്റെ ഇറങ്ങുന്നില്ലേ. അപ്പൊ എല്ലാം ദിലീപേട്ട സിനിമ മാറ്റിപ്പിടിക്കണം, കൊള്ളത്തില്ല, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വെറുതെ ഒന്ന് പ്രൊമോഷൻ ചെയ്തത്. പക്ഷെ ഇത്രയും വൈറലാവുമെന്ന് ദിലീപ് പോലും വിചാരിച്ചിട്ടില്ല. ദിലീപ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള കാര്യം അന്നൊരു കോമഡി ഒരു ഇതിൽ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, എന്നെ വെച്ചിട്ട് ഒരുപാട് പേര് ജീവിച്ചു പോകുന്നുണ്ടല്ലോ എന്ന് ദിലീപ് പറഞ്ഞത് വെറുതെ അല്ല. അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റർ പോലും പങ്കുവെക്കാൻ പറ്റാത്ത അത്രയും അവസ്ഥയിലേക്ക് ദിലീപ് പോയിട്ടുണ്ട്. മാത്രമല്ല, അതിന്റെ കമന്റുകൾ വരുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ ഈ സ്വഭാവത്തിനാണ് ജന്മം വീട്ടിലിരുത്തിയത്, ഓരോരുത്തർ എങ്ങനെ വെളുപ്പിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ്, യേശുദേവനെയും ഇവനെയും ഒരേ കലപ്പയിൽ കൊള്ളാം, മുടുക്കി നിരവധി കരൽ വഴി സ്വന്തം പ്രവൃത്തിയുടെ ഫലമായാണ് എങ്കിലോ എന്നായിരുന്നു മറ്റൊരാൾ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ദിലീപിനെ ഏറ്റവും കൂടുതൽ ഈ കമന്റുകളൊക്കെ വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നടിയെ ആക്രമിച്ച കേസ് ചൂണ്ടിക്കാട്ടി പലപ്പോഴും ദിലീപിന് വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരാളും കൂടിയാണല്ലോ. അപ്പം അത് ഒരു പോസ്റ്റർ പങ്കുവെക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു സാഹചര്യത്തിലേക്ക് ദിലീപ് അത്രയും പോയി എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമന്റ് എടുത്ത് പറയാനോ അല്ലെങ്കിൽ ഇപ്പോ ഒരു സംഭവമൊന്നുമല്ല, ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇന്നും ദിലീപ് എന്ന് പറയുന്നത്. കോടതി ഇപ്പോഴും ശിക്ഷ വിധിച്ചിട്ടില്ല. അപ്പോ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും ദ്രോഹി എന്ന് ചാപ്പ കുത്തി സത്യം പറഞ്ഞാൽ ദിലീപ് ഇപ്പോ ഒരുപക്ഷെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും ദിലീപിന് ഇപ്പോഴേ ശിക്ഷ കിട്ടി കഴിഞ്ഞു. കാരണം എല്ലാവരും ദിലീപിനെ ഇത്രയും വിമർശിക്കുമ്പോ നമുക്ക് തന്നെ തോന്നിപ്പോവും, ദൈവമേ, ഇപ്പോ തെറ്റ് വന്ന് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ട് ഇത്രയും പറഞ്ഞാലും കുഴപ്പമില്ല.
തെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോ എല്ലാവരും ദിലീപ് കുറ്റക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞു. വിമർശിക്കുന്നുണ്ട്. ദിലീപ് തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ ഓൾമോസ്റ്റ് ആളുകളും അത് പ്രത്യേകിച്ച് പൾസർ സുനിയുടെ ഈ ഒരു കുറച്ച് വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷമാണ് ദിലീപ് വലിയൊരു കുറ്റക്കാരനാണെന്ന് പോലും തെളിഞ്ഞത്. അതിനെതിരെയും കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, ദിലീപിന്റെ പല സിനിമകൾ ഇപ്പൊ വളരെ രീതിയിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്ന സിനിമകൾ പോലും സിനിമകൾ ചെയ്തിരുന്ന ഒരാളുടെ ചിത്രങ്ങളെല്ലാം ഇന്ന് നിരനിരയായിട്ട് പൊട്ടി. അത് ഒരേ ഒരു ശൈലിയിലുള്ള സിനിമകൾ അല്ല, എനിക്ക് തോന്നുന്നു രാമലീല ആയിരുന്നു തോന്നുന്നു ദിലീപേട്ടന്റെ ആ ഒരു അവസാനത്തെ നല്ലൊരു സിനിമ എന്ന് പറയുന്നത് രാമലീല മാത്രമായിരുന്നു. പഴയ കോമഡികളെല്ലാം വീണ്ടും വീണ്ടും ആവർത്തന വിരസത എന്നാണ് പറയുന്നത്. മാത്രമല്ല, ദിലീപ് തന്റെ അഭിനയ രീതി മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ പുതിയ സിനിമയായ പ്രിൻസും വലിയ പരാജയം രുചിക്കുമെന്നാണ് പലരും പറയുന്നത്. കഴിഞ്ഞ പടത്തിൽ പോലെ തൊലിൽ ചവിട്ടി തെന്നി വീഴുന്ന സീനൊക്കെ വേണേന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ട് പോലും, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ പല പല കോമഡികളെയും ഇന്ന് ആൾക്കാർ വിമർശിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു ഇതേപോലെ ഒരു സ്റ്റോറി വന്ന സമയത്ത് കുറെ പേര് ദിലീപേട്ടന്റെ വീഡിയോസിനൊക്കെ താഴെ കുറെ കമന്റ്സ് വന്നതാണ്. ഇപ്പോ ദിലീപിന്റെ സിനിമകൾ കാണാനായിട്ട് ഞങ്ങൾക്ക് പോലും പറ്റുന്നില്ല, കാരണം ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ കഥകൾ വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും മുമ്പത്തെ CID മൂസയും 2017 രാമലീല ഇറങ്ങുന്നത്. ആ സമയത്തിന് ശേഷം ഈ 2025 വരെ നല്ല സിനിമ വന്നിട്ടില്ല. ഇപ്പോഴും പണ്ടത്തെ സിനിമകളാണ് ഞങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് എന്നാണ് പറയുന്നത്. അത്രത്തോളം ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ സിനിമ വരുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആകാംക്ഷയാണ്. നമ്മൾ ഭയങ്കര ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു മൂവി തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവർക്ക് ആ ഒരു ഫീല് വരുന്നില്ല. പണ്ടത്തെ അനുസരിച്ച് ദിലീപേട്ടനെയും മാറ്റാൻ സംവിധായകർ ശ്രമിക്കണം എന്നാണ് അധികം ആളുകളും പറയുന്ന ഒരു കാര്യം. കാരണം പഴയ ദിലീപേട്ടനെ തിരിച്ച് വേണമെന്ന് പറയുന്നവരും നിരവധിയാണ് കേട്ടോ. ഈ പടം കൂടി പൊട്ടിയാൽ പിന്നെ ആലുവയിൽ എന്തെങ്കിലും പെട്ടികട തുടങ്ങിക്കോ, ജനപ്രിയ നായക, പിന്നെ ക്ലീശയാണേ നിങ്ങളുടെ സിനിമ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് എത്ര പേരാണ് വരുന്നത്. അതേസമയം തന്നെ ദിലീപേട്ടനെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരാണ് കേട്ടോ വരുന്നത്. ഇനിയെങ്കിലും നല്ല നല്ല സ്ക്രിപ്റ്റുകൾ തെരഞ്ഞെടുക്കൂ, ഒരു ബ്ലോക്ക് ബസ്റ്റർ, പണ്ടത്തെ പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉണ്ടാക്കും മലയാള സിനിമയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. കാരണം 2020 ഒക്കെ ഇറക്കിയിട്ട് മലയാള സിനിമയ്ക്ക് അത്രയും ഒരു വാഗ്ദാനമായിട്ടുള്ള ഒരു പേഴ്സൺ. അത് മാത്രമല്ല, ഇപ്പൊ 150ാമത്തെ സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു നടനെ സംബന്ധിച്ച് അത് വലിയൊരു 150 സിനിമകളും അതില് ഇപ്പൊ ഈ കേസ് വന്നതിന് ശേഷമാണ് ബാക്കി സിനിമകളൊക്കെ അത്ര റീച്ച് ഉണ്ടാവാത്തത്. ബാക്കി ഒട്ടുമിക്ക എല്ലാ സിനിമകളും ദിലീപിന്റെ ഭയങ്കര റീച്ച് ഉണ്ടാക്കിയ സിനിമയാണ്. ഇപ്പൊ ഈസ്റ്റർ ദിനത്തിൽ ഒരു പോസ്റ്റർ പങ്കുവെച്ചതല്ലേ. ആ ഒരു ദിലീപിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നില്ലോ നമുക്ക്. ദിലീപ് ഒരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് അമ്പലത്തിൽ പോകണം. പക്ഷെ ശബരിമല വിഷയമൊക്കെ നമുക്ക് അറിയാലോ. ഒരുപാട് ഇപ്പൊ അവിടെ സെലിബ്രിറ്റികൾ പോകുമ്പോഴൊക്കെ പോലീസിന്റെ ഇത് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ അടുത്ത് തന്നെ ബോഡി ഗാർഡും വരാറുണ്ട്. പക്ഷെ ദിലീപ് ഒന്ന് കാണാൻ പോയാൽ അവിടെയും പ്രശ്നമായി. അത് ആർക്കാണ് കുരു അത് പ്രശ്നമായെന്ന് മാത്രമല്ല, കോടതി ഇടപെടേണ്ട അവസ്ഥ എത്ര നടന്മാര് വന്നിട്ട് ഇതുപോലെ പോയി. കഴിഞ്ഞ ദിവസം വന്നല്ലോ, ജയൻ രവിയും വന്നു, പിന്നെ കാർത്തിക്കും വന്നു. പക്ഷെ അവർക്കൊന്നും പ്രശ്നമില്ല. അവര് വന്നതുപോലെ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ദിലീപ് പോയതും പ്രാർത്ഥിച്ചതും എല്ലാവരും ഇപ്പൊ അത് പറയാനുള്ള കാരണം എന്താ പറയുക, കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ദിലീപ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. മൃദംഗ ശൈലീശ്വര ക്ഷേത്രം, നാടായിക്കാവ് ക്ഷേത്രം, ചെറുകുന്ന് അന്നപൂർണി ക്ഷേത്രം, തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം, ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൊന്നും കുടം വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് താരം മടങ്ങിയെന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ വാർത്തയ്ക്ക് താഴെയാണ് കുറച്ച് കമന്റുകളാണ് കാണാൻ പറ്റിയത്. അത് സ്വാഭാവികം. മറ്റേ ആരതിൽ പലരും ദിലീപിനൊപ്പം ഫോട്ടോ പകർത്തിയിട്ടുള്ള വീഡിയോകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അപ്പൊ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷ വിമർശനം വരുന്നത്. ഇപ്പൊ സാധാരണ ദൈവത്തിന്റെ കാര്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ ഭക്തി മാർഗം എന്നുള്ള രീതിയിലെങ്കിലും വരുന്നത്. പക്ഷെ അവിടെയും ഭക്തി മാർഗത്തിന്റെ അവിടെയും പ്രശ്നമാണ്. കാരണം പാപം ചെയ്തതിന് ശേഷം ദൈവത്തെ കണ്ടിട്ട് കാര്യമില്ല എന്നാണ് അധികം പേരും പറയുന്നത്. പാപം ചെയ്തെന്ന് അങ്ങോട്ട് സ്വന്തം അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. നമ്മളൊന്നും ഇതുവരെയായിട്ടും ഒരു മറ്റേ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഈ ലോകത്ത് എവിടെയും ഡിവോഴ്സ് നടക്കാത്ത പോലെയാണ്. അവിടെ മഞ്ജുവിനെയാണ് പറയുന്നത് കേട്ടോ. മറ്റേ മഞ്ജുവിന്റെ ശാപമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്നാണ് ചിലർ. അത് സ്വാഭാവികം, അത് എല്ലാവർക്കും അറിയാം. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആരായാലും ശിക്ഷിക്കപ്പെടും. പക്ഷെ തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല, കേസ് നടക്കുന്നതേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ ഇവിടെ എല്ലാവരും വിധി എഴുതി കഴിഞ്ഞു.
ദിലീപാണ് കുറ്റക്കാരൻ, ദിലീപിന് ശിക്ഷ വിധിച്ചേ മതിയാകും, അതും കൊടും ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് വരെ പല കമന്റുകളും വരുന്നുണ്ട്. മാത്രമല്ല വെറുക്കപ്പെട്ടവൻ എന്തെല്ലാം കാണിച്ചാലും ഈ വെറുപ്പ് ഇനിയും മാറില്ല. അത് മാത്രമല്ല എന്ത് കാണിച്ചാലും ശിക്ഷ കിട്ടും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അങ്ങനെ ഇനി ഒന്നും ദിലീപിനെ പറയാനായിട്ട് ഇനി ഒന്നുമില്ല. ഇനി ഏത് ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടാലും കുടുംബ കോടതിയിൽ നിന്നും ഇറങ്ങി വന്ന നിന്റെ മുൻ ഭാര്യയല്ലേ, അവരുടെ കണ്ണീരിൽ നിന്ന് നീ വെന്ത് വെണ്ണീറായി പോകുന്നു വരെ ഇപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണം? ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ഇനി രക്ഷപ്പെടാനേ പോകില്ല. നല്ലൊരു പൊൻകുട അവ ഉടച്ചു. മഞ്ജു വാര്യരെ പോലെ ഈ ജന്മത്തിൽ മറ്റേ പൊൻകുട സമർപ്പിച്ചതിനാണ് പറയുന്നത്. മഞ്ജു വാര്യരെ പോലെ ഈ ജന്മത്തിൽ ദിലീപിന് ഒരു പൊൻകുട ഇനി കിട്ടില്ല. ഇപ്പൊ കിട്ടിയത് ഒരു മൺകുടമാണ്. എപ്പോൾ വേണമെങ്കിലും നിരത്ത് വീടും പൊട്ടാം എന്നുള്ള രീതിയിൽ ആരെയാ പറഞ്ഞത്? നമ്മുടെ കാവ്യമാധവരെയാണ് പറയുന്നത്. കാവ്യമാധവൻ എന്തിനാണ് അതിലേക്ക് ഇതാക്കുന്നത്? മൺകുടമാണ് കിട്ടിയെന്നൊക്കെ പറയും. എന്തൊക്കെ രീതിയിലാണ് വിമർശിക്കുന്നത്. പിന്നെ കൊട്ടേഷൻ വകയിൽ ആരും സമ്മാനിച്ചത് ദൈവത്തിന് കൊടുത്ത് പാപമോചനം നേടാനോ ആകുന്നു പറഞ്ഞിട്ട് അതിന്റെ അപ്പുറം ദൈവം എല്ലാം കാണുന്നവനാണല്ലോ. എന്ത് കോപ്രായം കാണിച്ചാലും ഇനിയും പഴയ പോലെ ഒരു തിരിച്ചുവരവും ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് പലരെയും എന്ന് വരെ ദിലീപിനെ കുറിച്ച് ഇപ്പോ ഒരുപാട് കേസ് വന്ന സമയത്ത് പല കേസുകളും പല കാര്യങ്ങളും ഉയർന്നു വന്നു. ദിലീപ് മറ്റേ കലാമണിയുടെ കേസ് വരെ മറ്റേ ഉയർന്നു വന്നതുപോലെയാണ് നമ്മുടെ ദിലീപിന്റെ ഈ കാര്യം എന്ന് പറഞ്ഞു. ഒരുപാട് പാപങ്ങൾ ചെയ്തു. നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യരൊക്കെ പാപങ്ങൾ ചെയ്യാത്തവരായിരിക്കും അല്ലെ? നല്ലവര് മാത്രമേ ഇവിടെ എല്ലാവരും പാപം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നതാണ് നല്ലത്. ഒരു പക്ഷേ അവര് കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ വാക്കുകളൊന്നും ഈ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു അടി അടിച്ചാലും തിരിച്ചെടുക്കാം, പക്ഷെ പറയുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. കോടതി വിധി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല അധികം പേരും പറയുന്നത് മഞ്ജുവാരനുമായിട്ടുള്ള വിവാഹമോചനം ചൂണ്ടിക്കാണിക്കുന്ന അധികം പേരോടത്തും ദിലീപിന്റെ അനുകൂലികൾ പറയുന്നുണ്ട്, ദിലീപാണോ ലോകത്ത് ആദ്യമായി വിവാഹമോചനം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ആരാണ് തെറ്റ് ചെയ്തതെന്ന്, ആരാണ് യഥാർത്ഥത്തിൽ ഇരയാതെന്നും ഒക്കെ വരും ദിവസങ്ങളിൽ അറിയാമെന്നും നമ്മുടെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേര് സംസാരിക്കുന്നത്. അത് തന്നെയാണ് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇനി അധികമില്ല, മെയ് 11 ആവുമ്പോഴേക്ക് ശിക്ഷയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. അപ്പൊ അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ അറിയും. പിന്നെ വരുന്ന ഇപ്പൊ സുനിയുടെ വെളിപ്പെടുത്തലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും ആ റൂട്ടിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അതുമായി അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് നിരവധി പേര്, ഇപ്പൊ ശാന്തി ദിനേശ് ആണെങ്കിലും നമ്മുടെ രാഹുൽ ഈശ്വർ എന്നിവരൊക്കെ ഇത്രയും ഒരാൾ, അതും ഈ കേസിലെ ഒന്നാം പ്രതി തന്നെ ഇത്രയും തെളിവുകൾ സഹിതം ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിച്ച് ആ തെളിവുകൾ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ അതുപോലും ചെയ്യുന്നില്ല എന്നാണ് ദിലീപിനെ അനുകൂലിക്കുന്നവർ പോലും പറയുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു സമയത്തേക്ക് കാത്തിരിക്കാൻ. പാപികളെ കല്ലെറിയോ അതൊന്നും കുഴപ്പമില്ല, പക്ഷെ പാപിയാണെന്ന് അറിഞ്ഞത് പാപം ചെയ്യാത്തവരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് കണ്ടറിയാം. നന്ദി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.